മൾട്ടിപ്പിൾ സ്ക്ലിയറോസിസ് എന്ന രോഗം സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണുന്ന തലച്ചോറ് സംബന്ധിച്ചൊരു രോഗമാണ്. തലച്ചോറിലെ പ്രധാന ഘടകമായ ആക്സോൺ എന്ന ഞരമ്പിനെ ആവരണം ചെയ്യുന്ന മൈലിൻ എന്ന പാളി ഇളകിപ്പോകുന്നതിൻ്റെ ഭാഗമായി ഞരമ്പുകൾക്ക് വേണ്ടതുപോലെ പ്രവർത്തിക്കാൻ സാധിക്കാതെ വരികയും അതിൻ്റെ ഫലമായി രോഗിക്ക് രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം. പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന കാഴ്ച നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, കൈക്കും കാലിനും ശക്തിയില്ലാതെ വരുന്നൊരവസ്ഥ, ഏതെങ്കിലും ശരീരഭാഗങ്ങളിൽ മരവിപ്പ് വരുന്ന അവസ്ഥ, നടക്കുമ്പോൾ ബാലൻസ് തെറ്റിപ്പോകുന്ന അവസ്ഥ, സംസാരിക്കുമ്പോൾ സ്ഫുടത നഷ്ടപ്പെടുന്ന അവസ്ഥ, ഇങ്ങനെ പല രീതിയിലാണ് ഈ രോഗം വരുന്നത്. ഇത് പെട്ടെന്ന് വരികയും ചികിത്സിച്ചില്ലെങ്കിൽ ഇത് കൂടിക്കൂടി വരികയും ചെയ്യും. മാത്രമല്ല, ആവർത്തിച്ച് വരാനുള്ള ഒരു പ്രവണതയും ഈ രോഗത്തിനുണ്ട്. ഓരോ തവണ രോഗം വരുമ്പോഴും രോഗിക്കുള്ള വൈകല്യം കൂടിക്കൂടി വരും. അതുകൊണ്ട് ഇത് ആരംഭത്തിൽ തന്നെ കണ്ടുപിടിച്ച് ശക്തിയായ രീതിയിൽ ചികിത്സിച്ച് മാറ്റേണ്ട ഒരു രോഗമാണ്. മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് എന്ന രോഗം സ്ഥിരീകരിക്കുന്നതിന് പല ടെസ്റ്റുകളുണ്ട്. അതിലൊരു പക്ഷേ ഏറ്റവും പ്രധാനം MRI സ്കാൻ എന്നുള്ള ബ്രെയിൻ്റെ സ്കാനാണ്. പിന്നെ നട്ടെല്ല് കുത്തിയടിച്ച് ചെയ്യുന്ന ചില പരിശോധനകളുമുണ്ട്. രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ചികിത്സയാണ് ഇതിനുള്ളത്. ഒന്ന്, വന്ന രോഗത്തെ എത്രയും പെട്ടെന്ന് മാറ്റാനുള്ള ചികിത്സ. അത് രോഗം വരുമ്പോൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ടതാണ്. അതിനുള്ള കുത്തിവയ്പ്പും ഒക്കെ മരുന്നുകൾ 1-2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ചികിത്സയാണ്. ഇതിൻ്റെ ഫലമായി രോഗിക്ക് നല്ല രീതിയിൽ ആശ്വാസം ഉണ്ടാകും. പക്ഷേ ഒരിക്കൽ രോഗം വന്നാൽ വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒരുപക്ഷെ വീണ്ടും വരുമ്പോൾ ആദ്യം വന്നതിനേക്കാളും കഠിനമായ രീതിയിൽ വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വരാതാക്കാനുള്ള ചില മരുന്നുകളുണ്ട്. ഈ മരുന്നുകളുടെ കൂട്ടത്തിൽ കുത്തിവയ്പ്പുകളും ഗുളികകളും ഉണ്ട്. വളരെ വില കൂടിയ ശക്തമേറിയ കുത്തിവയ്പ്പുകളുണ്ട്. പക്ഷേ ഇത് 2 വർഷം തൊട്ട് 5 വർഷം വരെ എടുത്ത് ഇത് വരാതാക്കുക എന്നതും അത്ര തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്.